രേവതി അനാമികയെ കാണാൻ തറവാട്ടിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ജാനകി രേവതിയെ നന്നായി സൽക്കരിക്കുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, എന്നാലും ആരെ ഈ പണിയെടുത്തേ? ഇപ്പോൾ വേദന കുറവുണ്ടോ? കൈക്ക് എങ്ങനെയുണ്ട്? ആ, ഇപ്പോൾ വലിയ കുഴപ്പമില്ല ചേച്ചി, ഒന്നും പറയണ്ട. ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ചൊന്ന് ഭേദമാകാൻ. ജാനകി അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് കിച്ചണിലോട്ട് ചായ എടുക്കാൻ പോവുകയാണ്. ഈ സമയം നവ്യ വരുന്നുണ്ട്. നവ്യക്കാണെങ്കിൽ രേവതിയുടെ കൈ കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല. നവ്യ ചോദിക്കുകയാണ്, അല്ല കൈക്ക് എന്തു പറ്റി? ആര് പിടിച്ച് ഓടിച്ചതാ? നവ്യക്കാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയുക എന്ന് അറിഞ്ഞ ശേഷം അനാമിക പേടിച്ചിട്ട് എല്ലാം വിട്ടുകൊടുക്കുകയാകും. നവ്യ പറയുന്നു, ഒന്നിനും മറുപടി പറയാൻ പറ്റില്ലല്ലോ, കാരണം നവ്യ നല്ല പേടിയായി തുടങ്ങിയല്ലോ അനാമികയ്ക്ക്. കാരണം നവ്യ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. ആ ഒരു പേടി കൊണ്ട് അനാമികയാണെങ്കിൽ ഒന്നും എതിർത്ത് പറയൊന്നും ഉണ്ടാകില്ല. കളിയാക്കലെല്ലാം കഴിഞ്ഞ് നവ്യ അവിടുന്ന് പോയ ശേഷം അനാമിക പറയുന്നുണ്ട്, എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പിന്നെ സത്യങ്ങൾ വിളിച്ചു പറയോ എന്ന് പേടിച്ചിട്ടോ ഒന്നും മിണ്ടാത്തെ. ഇവിടുന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിപ്പോകുമ്പോൾ വേണം അവൾ കിട്ടി ഏട്ടിൻ്റെ പണി കൊടുക്കാൻ. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്. ആ ശരിയാ മോളെ, ഇപ്പോൾ ഒന്നും മിണ്ടണ്ട, അതാ നമുക്കും നല്ലത്. അങ്ങനെ സമയം വൈകുന്നേരം ആകുന്നുണ്ട്. നയന ജോലി കഴിഞ്ഞ് കുറച്ച് നേരത്തെ തന്നെ വരുന്നുണ്ട്. ഒറ്റക്കായതുകൊണ്ട് തന്നെ ഓട്ടോയിലായിരിക്കും വന്നിറങ്ങുന്നത്. ഈ കാഴ്ച ദേവയാനി കാണുന്നുണ്ടാകും. അയ്യോ, മോളെന്താ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്? ദേഹമൊക്കെ ഇനി ഒരുപാട് ഇളകിയിട്ടുണ്ടാകുമല്ലോ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓട്ടോയിൽ വന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ ഏതായാലും പോയി ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് ദേവയാനി നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അല്ല, നീ എന്താ ഓട്ടോയിൽ വന്നത്? ആദർശേട്ടൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ ഒരു ഓട്ടോയിൽ ഇങ്ങോട്ട് പോരുമായിരുന്നു. ഇവിടെ വന്ന കുറച്ച് അമ്മയെ എനിക്ക് സഹായിക്കാമല്ലോ എന്ന് കരുതി. നിന്നോടതിന് പറഞ്ഞിട്ടില്ലേ എനിക്ക് സഹായിക്കുന്നത് ഇഷ്ടമല്ലെന്ന്? പ്രത്യേകിച്ച് നീ സഹായിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് കുറച്ച് കഴിഞ്ഞ് ആദർശൻ്റെ ഒപ്പം വന്നാൽ പോരായിരുന്നോ? അല്ല, എനിക്ക് പെട്ടെന്ന് വന്നാൽ കൊള്ളായിരുന്നു എന്ന് തോന്നി, അതാണമ്മേ ഞാൻ വന്നത്. നീ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ഞങ്ങളുടെ അന്തസ്സിന് ചേരുന്നതല്ല. ആദർശന് മോശമാണത്. നീ ഇങ്ങനെ നേരത്തെ വരാനൊന്നും നിൽക്കണ്ട. ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതി പറയുന്നുണ്ട്, അവളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റൂ ചേച്ചി. അവൾക്കല്ലേലും ചേർന്നതേ ഓട്ടോ തന്നെയാ. ഇത് കേൾക്കുമ്പോൾ നയനയ്ക്ക് ചെറിയ സങ്കടം തോന്നുന്നുണ്ടാകും. അനാമികയും പറയുന്നുണ്ട്, അതെ വല്യമ്മേ, അവൾക്ക് ആ ഒരു കൾച്ചറിനനുസരിച്ച് എന്തുകൊണ്ടും ഓട്ടോ തന്നെയാണ് മാച്ച്. ദേവയാനി നോക്കുമ്പോൾ നയനയുടെ മുഖത്ത് നല്ല പോലെ സങ്കടമായിട്ടുണ്ടാവും. ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ മോളുടെ സങ്കടം ഞാനായിട്ട് എങ്ങനെയെങ്കിലും തീർക്കണം. എനിക്ക് പക്ഷെ ഒന്ന് റിയാക്ട് ചെയ്യാനും പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എല്ലാ സത്യങ്ങളും അറിയും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും മിണ്ടണ്ട. നയനയാണെങ്കിൽ സങ്കടത്തോടെ റൂമിലേക്ക് പോകുന്നുണ്ടാകും. ദേവയാനിയും ഓരോന്ന് ആലോചിച്ച് മുറിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നയനയെ കളിയാക്കി സംസാരിച്ചത് ജാനകിക്കും ജലജയ്ക്കും രേവതിക്കും ഒത്തിരി സുഖിക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അവൾക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ടാവും. കൊണ്ടത് തന്നെ നന്നായി. ആ സങ്കടത്തോടെ പോകുന്നത് കണ്ടാൽ തന്നെ അറിയായിരിക്കും. എന്തായാലും സന്തോഷമായിട്ടുണ്ട്. ഇവരുടെ ചിരിയും കളിയുമെല്ലാം ദേവയാനി റൂമിലേക്ക് പോകും വഴി ശ്രദ്ധിക്കുന്നുണ്ടാകും. ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ എൻ്റെ മോളെ സങ്കടപ്പെടുത്തി സന്തോഷിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് എന്നും പറഞ്ഞ് ദേവയാനി ഫോൺ എടുത്ത് ആരോടോ സംസാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. നയനയും ആദർശും ജോലിക്ക് പോകാൻ റെഡിയാകുന്ന തിരക്കിലാണ്. അനാമിക ഹാളിൽ ഫോണും നോണ്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഈ സമയം അവിടെ ഒരു പുതിയ കാറ് വരുന്നുണ്ട്. കാറ് നിർത്തിയ ശേഷം കീ ദേവയാനിക്ക് കൊടുത്തിട്ട് ഒരാൾ പോകുകയാണ് ചെയ്യുന്നത്. അനാമികയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നുണ്ടാകില്ല, ഇതേതാണ് കാറ്, ആരുടെയാണ്, എന്തിനാണ് കീ കൊടുത്തത്, ഒന്നും മനസ്സിലാകാതെ അനാമിക വിചാരിക്കുന്നുണ്ടാകും. എന്നാലും വല്യമ്മയ്ക്ക് ഇപ്പോൾ എന്തിനാ കാറിൻ്റെ കീ ഇങ്ങനെ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം? എന്നാലും എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അനാമിക അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ഹാളിലേക്ക് വരുന്നുണ്ട്. നയനയും ആദർശും ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന നേരം ദേവയാനി അവരെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ പറയൂ, എന്താ കാര്യം?
അനന്തപുരി തറവാട്ടിലെ ആരും ഓട്ടോയിൽ വന്നിറങ്ങേണ്ട ആവശ്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്നലെ ഉണ്ടായ പോലെ സിറ്റുവേഷൻസ് ഇനിയും ഉണ്ടായാലോ? നിൻ്റെ ഭാര്യയ്ക്ക് നേരത്തെ വരണം തോന്നില്ലേ? അപ്പോൾ ഓട്ടോയിലൊന്നും ഇനി വരണ്ടാന്ന് പറ. അവൾക്ക് ഡ്രൈവിംഗ് അറിയാമെന്നല്ലേ നീ പറഞ്ഞത്? ഇതാ നിൻ്റെ ഭാര്യയ്ക്കുള്ള കാറിൻ്റെ പുതിയ കീയാണ്. ഞാൻ എൻ്റെ സേവിങ്സിൽ നിന്നും വാങ്ങിയ പുതിയ കാറാണ്. എല്ലാവരും ഇത് കാണുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. അനാമികയാണെങ്കിൽ കിളി പോയി നിൽക്കുകയാണ്. ഒട്ടും സഹിക്കുന്നുണ്ടാകില്ല. നയനയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടാകും. ആദർശനാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, അമ്മ അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ, അമ്മ തന്നെ അവൾക്ക് കീ കൊടുത്തോളൂ. ദേവയാനി അങ്ങനെ കീ നയനയ്ക്ക് കൈമാറുകയാണ്. നയന വളരെ സന്തോഷപൂർവ്വം കാറിൻ്റെ കീ വാങ്ങി ദേവയാനിയുടെ അനുഗ്രഹമെല്ലാം വാങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ജയനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അനിയും അഭിയും ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയമായതുകൊണ്ട് അവരും ഈ കാഴ്ച കാണുന്നുണ്ടാകും. അനിക്ക് സന്തോഷമാകുന്നുണ്ടെങ്കിലും അഭിക്ക് ഒട്ടും സഹിക്കുന്നുണ്ടാകില്ല. ഭയങ്കര കുശുമ്പ് നോട്ടം നമ്മുടെ ജലജയെ നോക്കുന്നുണ്ടേ നമ്മുടെ അഭിയാണെങ്കിൽ. അനാമികയാണെങ്കിൽ കുശുമ്പ് മൂത്ത് നിൽക്കുന്ന സമയത്ത് നയന അനാമികയൊന്ന് നോക്കുന്നുണ്ടാകും. ശരിക്കും അനാമിക ഒന്ന് ചമ്മി പോവാണ് ചെയ്തത്. ദേവയാനിയാണെങ്കിൽ അനാമികയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇന്നലെ എന്തായിരുന്നു എൻ്റെ മോളെ എല്ലാവരും കൂടി ചേർന്ന് കളിയാക്കിയത്. ഇപ്പം ആർക്കും മറുപടിയില്ല. എല്ലാത്തിൻ്റെയും മുഖം കണ്ടാൽ തന്നെ അറിയാം, കുശുമ്പ് മൂത്ത് നിൽക്കുകയാണ്, കണ്ടില്ലേ? പലരെയും ഞാനിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്നും നയനയോടുള്ള സ്നേഹം ആർക്കും തകർക്കാനാകില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിന്ന് നയനയോടുള്ള സ്നേഹം ഒരിക്കലും ആർക്കും ഇല്ലാതാക്കാൻ സാധിക്കില്ല. ജാനകിയും ജലജയും കുശുമ്പ് മൂത്തിട്ട് പരസ്പരം നോക്കുന്നുണ്ടാകും. ജലജയും പറയുന്നുണ്ട്, ഇപ്പോൾ അവൾക്ക് കാറ് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഏടത്തിക്ക്? എന്നാലും ഏടത്തിക്ക് ഇത് എന്തു പറ്റി എന്നെല്ലാം പറഞ്ഞ് ജാനകിയും ജലജിയും അവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അഭിയാണെങ്കിൽ പിന്നീട് ഓഫീസിലേക്ക് പോകുന്നുണ്ടാകും. ആദർശാണെങ്കിൽ നയനയോട് പറയും, എന്തായാലും ഇനിയിപ്പോൾ പുതിയ കാറിൽ നമുക്ക് എന്തായാലും ഒന്ന് പോകാം, ഞാൻ എന്തായാലും എൻ്റെ കാർ എടുക്കാം, നീ ഇന്നെന്തായാലും നിൻ്റെ പുതിയ കാർ എടുത്തോ, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ട്, പുതിയ കാറാണ്, കേടൊന്നും വരുത്തിയേക്കരുത്, പതുക്കെ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ നയനയ്ക്ക് ദേവയാനിയും കൊടുക്കുന്നുണ്ട്. ദേവയാനി താലെടുത്ത് വന്ന് ആരതിയെ കുഴിയുന്നുണ്ട് കാറിന്. എന്നിട്ട് പിന്നെ നയന കാറെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ ദേവയാനി സന്തോഷപൂർവ്വം നയന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നയന കാറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ദേവയാനി അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ദേവയാനി സന്തോഷത്തിൽ സന്തോഷ കണ്ണീര് പൊഴിക്കുകയാണ്